Hi dear friends. അപ്പോൾ നമ്മൾ ഇന്ന് കാണുന്നത് ഒരു കുക്കിങ്ങിന്റെ വീഡിയോ അല്ലെങ്കിൽ സ്റ്റിച്ചിങ്ങിന്റെ വീഡിയോ ഒന്നുമല്ല. പെരുന്നാൾ തലേന്നത്തെ മൈലാഞ്ചി ഇടൽ വ്ലോഗ് ആണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. നാളെ പെരുന്നാളാണല്ലോ. അപ്പോൾ കുട്ടികളെല്ലാവരും കൂടിയിരുന്ന് മൈലാഞ്ചി ഇടലും അതുപോലെ ഞാൻ എൻ്റെ വീട്ടിൽ പോയ വിശേഷങ്ങളും ഒക്കെ ആയിട്ടുള്ള ഒരു ചെറിയൊരു വീഡിയോ ആണ്. നമുക്ക് ഇതൊന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ അതിനു മുമ്പ് എല്ലാവർക്കും എൻ്റെ അഡ്വാൻസ് ഈദ് മുബാറക്. ഇപ്പോൾ കുട്ടികളെല്ലാവരും മൈലാഞ്ചി ഇടാൻ എത്തിയിട്ടുണ്ട്. ഇവരൊക്കെ ഹസ്ബൻഡിൻ്റെ ജ്യേഷ്ഠന്മാരുടെ പേരക്കുട്ടികളാണ്. ഇതിലൊരാളെ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. അതാണ് ഞങ്ങളുടെ അന്നുമോള്. ഈ ഫസ്റ്റ് നിൽക്കുന്ന 4 പേരും UKG പഠിക്കുന്നവരാട്ടോ. അവരൊക്കെ ഒരേ പ്രായക്കാരാണ്. ഇവരൊക്കെ എല്ലാ പ്രാവശ്യവും ഇവിടെ വന്ന് തന്നെയാണ് മൈലാഞ്ചി ഇടാറ്. ഞങ്ങളുടെ വലിയ മോളാണ് ഇവർക്കൊക്കെ എല്ലാ പ്രാവശ്യവും മൈലാഞ്ചി ഇട്ട് കൊടുക്കാറുള്ളത്. ഇപ്രാവശ്യം അവളുടെ അടുത്തേക്ക് തന്നെ അവർ വന്നിട്ടുണ്ട്. അവളിട്ട് കൊടുക്കുന്നതാണ് അവർക്കൊക്കെ ഇഷ്ടം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാ പ്രാവശ്യവും അവർ നേരത്തെ തന്നെ എത്തും. ഇപ്രാവശ്യം പിന്നെ വലിയ പെരുന്നാളായതുകൊണ്ട് നാളെ പെരുന്നാളാണെന്ന് ഉറപ്പാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അവർ നേരത്തെ തന്നെ എത്തിയിട്ടുണ്ട്. രാവിലെ തന്നെ കുളിയൊക്കെ കഴിഞ്ഞ് റെഡിയായിട്ട് മൈലാഞ്ചി ഇടാൻ എത്തിയിരിക്കുകയാണ്. ജ്യേഷ്ഠന്മാരൊക്കെ ഞങ്ങളുടെ തൊട്ടടുത്ത് തന്നെയാണ് താമസിക്കുന്നത്. മൈലാഞ്ചി ഇടാൻ ഓരോരുത്തരായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് കാത്തിരിക്കുകയാണ്. അപ്പോൾ ഒരാളുടെ കഴിഞ്ഞിട്ട് വേണം മറ്റൊരാൾക്ക് ഇടാൻ വിചാരിച്ചിങ്ങനെ കാത്തിരിക്കുകയാണ്. ഇവിടെ അധികം പെൺകുട്ടികളാണ് ഞങ്ങൾക്ക്. ആൺകുട്ടികൾ എല്ലാവർക്കും ഓരോന്നേ ഉള്ളൂ. ബാക്കി പേരക്കുട്ടികളും മക്കളൊക്കെ പെൺകുട്ടികളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മൈലാഞ്ചി ഇടാനൊക്കെ ഇഷ്ടംപോലെ കൈകളുണ്ടാവും ഇവിടെ. എല്ലാ പ്രാവശ്യം മോള് മാത്രമേ മൈലാഞ്ചി ഇട്ട് കൊടുക്കാൻ ഉണ്ടാവാറുള്ളൂ. ഇപ്പോൾ അനിയത്തി കൂടി വന്നിട്ടുണ്ടെന്ന് എൻ്റെ. അപ്പോൾ അവളും ഇട്ട് കൊടുക്കുന്നുണ്ട് കുട്ടികൾക്കൊക്കെ. എല്ലാവർക്കും ഒരു കൈമലൊന്നും ഇട്ടാൽ പോരാ, 2 കൈമലും വേണമെന്ന് പറഞ്ഞ് 2 കൈമലും ഇടിയിക്കുന്നുണ്ട്. അപ്പോൾ കുട്ടികളല്ലേ, അപ്പോൾ അവർക്കൊക്കെ 2 കൈയും നിറയെ വേണം എന്നുള്ളതാണ്. ഇത് ചെറിയ ജ്യേഷ്ഠൻ്റെ മോളെ കുട്ടിയാണ്. ഇവൾ UKG പഠിക്കുകയാണ്. ഞങ്ങളുടെ മോളോ അതേ പ്രായം തന്നെയാണ്. ഈ മൈലാഞ്ചി ഇട്ട് കൊടുക്കുന്നത് എൻ്റെ അനിയത്തിയാണ് കേട്ടോ. അവളിന്ന് വന്നതാണ്. അവളുടെ കൂടെ എൻ്റെ എളാപ്പാൻ്റെ മോൾ കൂടി വന്നിട്ടുണ്ട്. അതായത് എൻ്റെ ഉപ്പാൻ്റെ അനിയൻ്റെ മോള് അവളോട് അവരുടെ കൂടെ വന്നിട്ടുണ്ട്. ഇത് രണ്ടാമത്തെ ജ്യേഷ്ഠൻ്റെ മോൻ്റെ മോളാണ് കേട്ടോ. കുട്ടികളൊക്കെ വലിയ സന്തോഷത്തിലാണ്. നാളെ പെരുന്നാളൊക്കെ അല്ലേ, അപ്പോൾ പുതിയ ഡ്രസ്സൊക്കെ ഇടാം, ഇന്ന് മൈലാഞ്ചിയൊക്കെ ഇട്ട് നാളെ പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് വരാം എന്നുള്ളൊരു സന്തോഷത്തിലാണ് എല്ലാവരും. ഓരോ കൈമ ഇട്ട് കഴിഞ്ഞവരൊക്കെ അടുത്ത കൈമ ഇടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇത് വലിയ ജ്യേഷ്ഠൻ്റെ മോൻ്റെ മോളാണ്. ഇപ്രാവശ്യം പെരുന്നാളായിട്ട് പുതിയ ഡ്രസ്സൊന്നും ഷോപ്പിൽ പോയി എടുത്തില്ല. കൊറോണ ഒക്കെ അല്ലേ, പുറത്തൊന്നും കുട്ടികളെ കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്ന മെറ്റീരിയൽ ഉപയോഗിച്ചിട്ട് ഞാനൊരു ടോപ്പും മോക്ക് അതേപോലെ ചെറിയ മോക്കൊരു മിഡിയൊക്കെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. കുട്ടികളല്ലേ, അവർക്ക് പെരുന്നാളെന്ന് പറഞ്ഞാൽ മൈലാഞ്ചി ഇടുക, പുതിയ ഡ്രസ്സ് ഇടുക, എന്നിട്ട് മൂത്താപ്പാരെ എളാപ്പാരെ വീട്ടിലൊക്കെ പോവുക, അതൊക്കെ രസമല്ലേ. എനിക്കൊക്കെ അങ്ങനെയായിരുന്നു കേട്ടോ. ചെറുപ്പത്തിൽ പെരുന്നാളായാൽ പുതിയ ഡ്രസ്സ് വേണം, അതുപോലെ തന്നെ മൈലാഞ്ചിയൊക്കെ ഇടും തലേ ദിവസം. എന്നിട്ട് പെരുന്നാളിൻ്റെ അന്ന് എല്ലാ വീട്ടിലും എളാപ്പാരെയും മൂത്താപ്പാരെയും വീട്ടിലൊക്കെ ഒന്ന് പോയിട്ട് വരും. അവിടെ നിന്നൊക്കെ ചെറുതായിട്ടൊക്കെ ഒന്ന് ഭക്ഷണം കഴിക്കുകയൊക്കെ ചെയ്യും. അതൊക്കെ ഒരു രസമായിരുന്നു. ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ കല്യാണം കഴിഞ്ഞ് ഇവിടെ വന്നപ്പോൾ ഇവിടെ ജ്യേഷ്ഠന്മാരുടെ വീട്ടിലൊക്കെ പോവും. പെരുന്നാളായാൽ ഞങ്ങൾ എല്ലാ വീട്ടിലും പോവാറുണ്ട്. ഇതും രണ്ടാമത്തെ ജ്യേഷ്ഠൻ്റെ മോൻ്റെ മോളാണ്. കുട്ടികളുടെ ഒക്കെ ഒരു കാത്തിരിപ്പില്ലേ, എന്ത് രസമല്ലേ കാണാൻ. ഓരോരുത്തരും ഇങ്ങനെ കഴിയുമ്പോൾ അടുത്ത ആൾ ഇടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണിത്. അനിയത്തിൻ്റെ കൂടെ എളാപ്പാൻ്റെ മോളും കൂടി വന്നിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലേ.
അവളുടെ കൈയാണിത്. അവളുടെ കൈയുമ്പോൾ എൻ്റെ മോള് മൈലാഞ്ചി ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏകദേശം മൈലാഞ്ചി ഇടലൊക്കെ തീർന്നിട്ടുണ്ട്. എല്ലാവരും 2 കൈയും നിറയെ ഇട്ടിട്ടുണ്ട്. ആരും ബാക്കിയില്ല ഇടാൻ ഇനി. ഇപ്പോൾ ആദ്യം ഇട്ടവരതൊക്കെ ചാടിപ്പോയി കഴിഞ്ഞു. ഇത് വഫ ഏതോ ആണ്, അതുകൊണ്ടാണ് ഇത് പെട്ടെന്ന് ചാടി പോകുന്നു. ഉണങ്ങിക്കഴിഞ്ഞാൽ അത് പെട്ടെന്ന് പോകുമല്ലോ. ഇപ്പോൾ കൈയൊക്കെ ചുവന്ന് വന്നിട്ടുണ്ട്. ഇപ്പോൾ എല്ലാവരും മൈലാഞ്ചിയൊക്കെ ഇട്ട് കഴിഞ്ഞാണ്. ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് എല്ലാവരും. അപ്പോൾ ഞാൻ പായസം ഉണ്ടാക്കിയിരുന്നു ഇന്ന്. അപ്പോൾ കുട്ടികൾക്ക് മൈലാഞ്ചിടലൊക്കെ കഴിഞ്ഞതിന് ശേഷം കൊടുക്കാമെന്ന് കരുതി വെച്ചതായിരുന്നു. ഇപ്പോൾ എല്ലാവരും മൈലാഞ്ചിടലൊക്കെ കഴിഞ്ഞ് വന്ന് അപ്പോൾ അവർക്ക് പായസമൊക്കെ കൊടുത്ത് എല്ലാവരും കുടിക്കുകയാണ്. ഇനി എനിക്കൊന്ന് എൻ്റെ വീട് വരെ പോകണം. ഉപ്പ അനിയത്തിനെ കൊണ്ടുപോകാൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഉപ്പാൻ്റെ കൂടെ ഞാനും കുട്ടികളും പോകുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങൾ കൂടി ഞാൻ ഇതിൽ ഉൾപ്പെടുത്താം. അപ്പോൾ ഞങ്ങൾ ഉപ്പാൻ്റെ കൂടെ പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് വരാം. അപ്പോൾ ഞങ്ങൾ വീട്ടിലെത്തിയപ്പോൾ കുട്ടികളൊക്കെ ഗ്രിൽ ചിക്കൻ ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ അതിനുള്ള ഒരുക്കത്തിലാണ്. അതിന് വേണ്ടിയിട്ട് 3 ചിക്കനാണ് വാങ്ങിയിട്ടുള്ളത്. കുറച്ച് വലിയ പീസാക്കിയിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ഞാനിത് സ്കിന്നോട് കൂടിയാണ് എടുത്തിട്ടുള്ളത്. ഇനി സ്കിന്ന് വേണ്ടാന്നുള്ളവർ അത് ഒഴിവാക്കിയിട്ട് എടുക്കുക. ഞാൻ സ്കിന്നോട് കൂടിയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കത് ഉപ്പൊക്കെ ഒന്ന് നല്ലവണ്ണം പിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം ഉപ്പ് വെള്ളത്തിലിട്ട് വെക്കണം. അപ്പോൾ അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വിനീഗർ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഈ വെള്ളത്തിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം. നമുക്ക് വെള്ളം കൂടുതലുള്ളതല്ല, അപ്പോൾ കുറച്ചധികം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ അതിന് ശേഷം 1 സ്പൂണ് കുരുമുളക് പൊടി കൂടി ചേർക്കണം. അതിന് ശേഷം നമുക്കൊരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ചിക്കനെല്ലാം ഈ വെള്ളത്തിലിട്ട് വെക്കണം. 1 മണിക്കൂറെങ്കിലും ഇതുപോലെ ഇട്ട് വെച്ചാൽ ചിക്കനൊക്കെ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ഉപ്പും വിനീഗറൊക്കെ ചേർത്ത വെള്ളത്തിൽ 1 മണിക്കൂർ വെക്കുക. അല്ലെങ്കിൽ കഴിയുന്നതും 1/2 മണിക്കൂറെങ്കിലും ഇതുപോലെ വെക്കാൻ ശ്രമിക്കുക. അപ്പോൾ നല്ലൊരു സോഫ്റ്റായിട്ട് വരും നമ്മളെ ചിക്കനൊക്കെ. ഇനി പെട്ടെന്ന് തന്നെ ഉണ്ടാക്കണം എന്നുള്ളവർക്ക് ഇതുപോലെ ചെയ്യാതെ നമുക്ക് പെട്ടെന്ന് തന്നെ മസാല തേച്ച് വെക്കാവുന്നതാണ്. ഇനി നമുക്കിതൊന്ന് അടച്ച് വെക്കാം 1 മണിക്കൂർ. ഇനി ഗ്രിൽ ചിക്കൻ്റെ കൂടെ കഴിക്കാൻ കുബൂസാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ റെസിപ്പി കൂടി കാണിച്ചു തരാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 1.5 കിലോ മൈദയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. 1 സ്പൂൺ കൊണ്ട് ഉപ്പൊക്കെ എല്ലായിടത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഈസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 1 കപ്പ് ഇളം ചൂടുള്ള പാലിൽ 1.5 ടേബിൾ സ്പൂൺ ഈസ്റ്റും 2 ടേബിൾ സ്പൂൺ ഷുഗറും കൂടി 10 മിനിറ്റ് മുമ്പ് ഇട്ട് വെച്ചായിരുന്നു. ഇപ്പോൾ അത് നല്ലവണ്ണം പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മൈദയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നന്നായിട്ട് കുഴച്ചെടുക്കാം. അപ്പോൾ വെള്ളം കമ്മിയായിരിക്കും. അപ്പോൾ സാധാ വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ പാൽ ചേർത്ത് കുഴച്ചെടുത്താലും മതി. പാലാവുമ്പോൾ ഒന്നുകൂടി ടേസ്റ്റി ആയിരിക്കും. അല്ലെങ്കിൽ വെള്ളം ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നമുക്കിതിലേക്ക് ആവശ്യമുള്ള വെള്ളം കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് ഇത് കുഴച്ചെടുക്കാം. വെള്ളം കൂടിപ്പോവരുത്, അതുപോലെ തന്നെ കുറയാനും പാടില്ല. ചപ്പാത്തി മാവിനേക്കാളും കുറച്ചുകൂടി ഒന്ന് ലൂസായിട്ടാണ് ഇത് കുഴച്ചെടുക്കേണ്ടത്. അതിനുശേഷം നമുക്ക് കൗണ്ടർ ടോപ്പിലിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണ് ഓയിൽ കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നമ്മൾ എത്രത്തോളം കുഴക്കുന്നോ അതിനനുസരിച്ച് നമ്മുടെ കുബൂസ് നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ഇത് നന്നായിട്ട് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം അതിന് മേലെ കൂടി നമുക്ക് കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. മേലെ ഉണങ്ങി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം നമുക്കിത് മൂടി വെക്കാം. അല്ലെങ്കിൽ നനഞ്ഞ തുണി കൊണ്ട് ഇതിന് മേലെ വെച്ച് കൊടുത്താലും മതി. ഞാനിതിന് മൂടി വെക്കുകയാണ്. ഇനി നമ്മൾ ചിക്കൻ മസാല കൂട്ടി വെക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് ഒരു 15 ചെറിയ ഉള്ളിയും ഒരു 10-20 വെളുത്തുള്ളിയും കൂടി ഞാൻ എടുത്തിട്ടുണ്ട്. ഒരു 2 വലിയ തക്കാളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞു കൂടി വേണം. ഇനി ഇതിലേക്ക് നമുക്ക് കാന്താരി മുളകാണ് ഞാൻ ചേർക്കുന്നത്. ഒരു 10-20 കാന്താരി മുളക് ഉണ്ടാവും. നമ്മൾ എരിവിനനുസരിച്ച് എടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പില, പിന്നെ മല്ലിയിലയാണ് കുറച്ച് വേണ്ടത്. അത് കുറച്ച് അധികം എടുത്തിട്ടുണ്ട് ഞാൻ.
പിന്നെ പുതിനയില മല്ലിയിലേൻ്റെ അത്ര വേണ്ട. ഇനി ഇതെല്ലാം കൂടിയിട്ടൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ ഉപ്പുവെള്ളത്തിലിട്ട് വെച്ച ചിക്കനൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കണം. നല്ലവണ്ണം മസാലയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ വരഞ്ഞു കൊടുത്തിട്ടുള്ളത്. നല്ലവണ്ണം വെള്ളമൊക്കെ കളഞ്ഞതിന് ശേഷമാണ് ഞാൻ ഇതിലേക്ക് മസാല തേക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ഉള്ളി, മുളക്, ചപ്പ് അങ്ങനെയുള്ള എല്ലാ മസാലകളും കൂടി അരച്ച് വെച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുക. ഞാൻ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്തിട്ടുള്ളത്. അതുകൊണ്ട് എരിവ് കുറവായിരിക്കും. പക്ഷേ നല്ല കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ചിക്കനിൽ കുറച്ച് ഉപ്പുണ്ടാവും, അപ്പോൾ അതിനനുസരിച്ച് വേണം നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കാൻ. ഇനി 1 ടീസ്പൂണ് കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കണം. ഒരു 5-6 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ പാക്കറ്റിൽ നിന്ന് തന്നെ ഒഴിച്ച് കൊടുത്തിട്ടാണ്. അപ്പോൾ ഒരു 6 ടേബിൾ സ്പൂണോളം തൈര് ഉണ്ടാവും ഇത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കണം. മസാലയൊക്കെ എല്ലായിടത്തും പിടിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. അതിനുശേഷം നമുക്കിത് ഫ്രിഡ്ജിൽ വെക്കാം. ഒരു 3 മണിക്കൂറെങ്കിലും ചുരുങ്ങിയത് ഇത് ഫ്രിഡ്ജിൽ വെക്കണം. അതിൽ കൂടുതൽ വെക്കുകയാണെങ്കിൽ അതാണ് നല്ലത്. പക്ഷേ എനിക്ക് ഇപ്പോൾ ടൈമില്ല, അപ്പോൾ അതുകൊണ്ട് ഞാൻ 3 മണിക്കൂറേ ഇത് വെക്കുന്നുള്ളൂ. ഇനി അത് ഫ്രിഡ്ജിലേക്ക് മാറ്റാണ്. അപ്പോൾ എല്ലാവരും ഉച്ചഭക്ഷണമൊക്കെ കഴിച്ച് റെസ്റ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇനി നമുക്ക് ചിക്കനൊക്കെ ഗ്രില്ല് ചെയ്തെടുക്കാണ്ട്. അപ്പോൾ മോളുടെ കൈമേലും മൈലാഞ്ചി കണ്ടപ്പോൾ ബ്രദറിൻ്റെ മോൾക്കും മൈലാഞ്ചി ഇടണം. അപ്പോൾ അവൾക്ക് ഇട്ട് കൊടുക്കുകയായിരുന്നു. ഇപ്പോൾ മൈലാഞ്ചി ഇടലൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ഗ്രില്ല് ചെയ്തെടുക്കണം. അപ്പോൾ ചിക്കൻ ഗ്രില്ല് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് മുറ്റത്തൊരു അടുപ്പൊക്കെ സ്പെഷ്യലായിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിൽ ചിരട്ട വെച്ച് കത്തിക്കാണ് കനൽ റെഡിയാക്കി എടുക്കാൻ വേണ്ടി. ചിരട്ട മുഴുവനായിട്ട് കത്തി കഴിഞ്ഞതിന് ശേഷം കനലായി നിൽക്കുമ്പോഴാണ് നമ്മൾ ഇതിന്മേൽ ഗ്രില്ല് വെച്ച് ഗ്രിൽ ചിക്കൻ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് മസാല പിടിച്ച് വന്നിട്ടുണ്ട്. ഒരു 3 മണിക്കൂറിന് ശേഷമാണ് ഇത് ഞങ്ങൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുള്ളത്. ഇനി ചിക്കൻ ഗ്രില്ല് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചിക്കൻ ഓരോന്നായിട്ട് ഈ ഗ്രില്ലിനുള്ളിലേക്ക് വെച്ച് കൊടുക്കാം. ഞാനിതിലേക്ക് ഫുഡ് കളറൊന്നും ചേർത്തിയില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഫുഡ് കളർ ചേർത്ത് കൊടുക്കാം. പക്ഷെ അത് ചേർക്കുന്നത് അത്ര നല്ലതൊന്നുമല്ല. ഇപ്പോൾ ചിരട്ടയൊക്കെ നല്ലോണം കത്തി തീർന്ന് നല്ല കനലായി വന്നിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലേക്ക് ഈ ഗ്രില്ല് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഗ്രിൽ ചിക്കൻ ഇവിടെ കിടന്ന് വേവട്ടെ. ഇതൊരു ഭാഗം വെന്ത് കഴിഞ്ഞാൽ നമുക്ക് തിരിച്ച് വെച്ച് കൊടുക്കണം. അപ്പോൾ മറ്റേ ഭാഗവും വെന്ത് കിട്ടും. അതിന് മുമ്പ് കനൽ കെട്ട് പോവാന്നുണ്ടെങ്കിൽ നമുക്ക് ഇടയ്ക്ക് ചിരട്ട കനലാക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇതുപോലെ ഇങ്ങനെ വീശി കൊടുക്കുകയും വേണം. അപ്പോഴേ നമ്മുടെ ചിക്കനൊക്കെ ഒന്ന് വെന്ത് കിട്ടുള്ളൂ. ചിക്കൻ ഗ്രില്ല് ചെയ്യാൻ വെച്ചപ്പോൾ തന്നെ തുടങ്ങിയാണ് കുട്ടികളൊക്കെ വെയിറ്റ് ചെയ്തിരിക്കല്. അവരൊക്കെ ഇപ്പം തന്നെ പെട്ടെന്ന് ഇതായി കിട്ടും, ഇപ്പം തന്നെ കഴിക്കാം എന്നുള്ള പ്രതീക്ഷയിൽ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. ചിക്കൻ വേവാൻ വേണ്ടിയിട്ടുള്ള കനലൊരു ഭാഗത്തൂടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ചിരട്ട കത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കനലായി കഴിഞ്ഞാൽ നമുക്ക് അടുപ്പിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവച്ചാൽ മതി. അപ്പോൾ അതിനുള്ളിൽ വെച്ച് കത്തിക്കേണ്ട ആവശ്യമില്ല. ബ്രദറിൻ്റെ കുട്ടികളും അനിയത്തിയും എൻ്റെ മക്കളും എല്ലാവരും ഉണ്ട് ഇത് വെയിറ്റ് ചെയ്തിരിക്കുന്നത്. മൈലാഞ്ചിയൊക്കെ കൈയിൻ്റെ പുറഭാഗത്ത് ആദ്യം ഇട്ടിരുന്നു. അതൊക്കെ കഴുകി കളഞ്ഞപ്പോൾ ഉൾഭാഗത്ത് ഇട്ട് ഇരിക്കുകയാണ്. മൈലാഞ്ചി ഇടാന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ഇഷ്ടമാണ്. അപ്പോൾ 2 കൈമുതൽ 2 ആളും ഇട്ട് ഇങ്ങനെ കാത്തിരിക്കുകയാണ്. നമ്മൾ ചിക്കൻ ഗ്രില്ല് ചെയ്യാൻ തുടങ്ങിയപ്പോൾ പകലായിരുന്നു. ഇപ്പോൾ ഏകദേശം ഇങ്ങനെ രാത്രിയായി തുടങ്ങുന്നുണ്ട്. ഇരുട്ടിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ടൈമിൽ പുറത്തേക്ക് നോക്കിയാൽ നല്ല ഭംഗിയല്ലേ. ഇരുട്ടിങ്ങനെ വന്നുകൊണ്ടേ ഉള്ളൂ. ചെറിയ കുട്ടികൾ മാത്രമല്ല കേട്ടോ, വലിയ കുട്ടികളും ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. അപ്പോൾ ഇവരിവിടെ വെയിറ്റ് ചെയ്തിരിക്കട്ടെ. നമുക്ക് പോയിട്ട് കുബൂസ് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ നാത്തൂനോട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ ചിക്കൻ ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉമ്മ നോക്കിക്കോളും. അപ്പോൾ നമുക്ക് കുബൂസ് റെഡിയാക്കാൻ പോവാം. അപ്പോൾ നമ്മുടെ കുബൂസിനുള്ള മാവ് ഇവിടെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇത് കുറച്ച് പൊടി തൂക്കി കൊടുത്തതിന് ശേഷം നമുക്കൊന്നുകൂടി ഒന്ന് കുഴച്ചെടുക്കാം. നന്നായിട്ട് അമർത്തി കുഴക്കൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് കുഴച്ചെടുത്താൽ മതി. ഇനി നമുക്ക് ഇതിമൊന്ന് ഓരോ കുബൂസിനുള്ള ബോൾ എടുക്കണം. അത് ഏകദേശം ഇത്ര വലുപ്പത്തിലുള്ളൊരു ബോൾ വേണം ഒരു കുബൂസ് ഉണ്ടാക്കാൻ, എങ്കിലേ നമുക്കിത് കുബൂസ് കുറച്ച് കട്ടിയിൽ കിട്ടുകയുള്ളൂ. ഇതൊന്ന് പരത്തിയെടുക്കാം. ഈ ഒരു കട്ടിയിൽ നമുക്കിത് ഓരോന്നും പരത്തിയെടുക്കാം. അതിനുശേഷം നമുക്കിതെല്ലാം ഒന്ന് ചുട്ടെടുക്കണം. ഇനി ബാക്കിയുള്ളതൊക്കെ ചുടാൻ നമുക്ക് നാത്തൂനെ ഏൽപ്പിച്ചിട്ട് നമ്മുടെ ചിക്കൻ എന്തായെന്ന് പോയി നോക്കാം. കുട്ടികളൊക്കെ വെയിറ്റ് ചെയ്ത് മടുത്തിട്ടുണ്ട്. എല്ലാവരും ഇരിപ്പ് തുടങ്ങിയാണ്. ചിലരൊക്കെ ഇതാ കളി തുടങ്ങിയിട്ടുണ്ട്. ചിക്കൻ ഒരു ഭാഗം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തിരിച്ച് വെച്ച് കൊടുക്കാം. അപ്പോൾ ഈ ഭാഗം കൂടി വെന്ത് കിട്ടിക്കോളും. നമുക്ക് കനൽ കുറവാണെങ്കിൽ നമ്മൾ ചുട്ടെടുത്ത ചിരട്ടൻ്റെ കനൽ ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ നമ്മുടെ ചിക്കൻ രണ്ട് ഭാഗവും വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിന് മേലെ കൂടി കുറച്ച് ഓയിൽ കൂടി ഒഴിച്ച് കൊടുക്കാം. ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നത്. ഇപ്പം നമ്മുടെ ചിക്കന് രണ്ട് ഭാഗവും വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഇത് എടുത്ത് മാറ്റി വെക്കാം. നമ്മുടെ ഗ്രിൽ ചിക്കൻ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. രണ്ട് ഭാഗവും ഒരുപോലെ വെന്തിട്ടുണ്ട്, കരിഞ്ഞു പോയിട്ടൊന്നുമില്ല. അപ്പം നമുക്കിത് ഇതിൽ നിന്ന് എടുത്ത് മാറ്റിയതിന് ശേഷം ബാക്കിയുള്ളത് കൂടി ഇതുപോലെ നമുക്ക് ചുട്ടെടുക്കാം. അപ്പോൾ ബാക്കിയുള്ള ചിക്കനോട് ഇതുപോലെ ഗ്രില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ ഫുഡൊക്കെ കഴിക്കണം. ഫുഡ് കഴിച്ചിട്ട് വേണം ഞങ്ങൾക്ക് തിരിച്ചു പോകാൻ. നാളെ പെരുന്നാളൊക്കെ അല്ലേ, അപ്പോൾ ഒരുപാട് ഒരുക്കങ്ങളൊക്കെ ഉണ്ട് ചെന്നിട്ട്. അപ്പോൾ അതൊക്കെ ചെയ്ത് തീർക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വേഗം ഫുഡ് കഴിക്കാം. അപ്പോൾ ഇതിലേക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഗാർലിക് സോസും ഗ്രീൻ ചട്നിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ റെസിപ്പിയൊന്നും ഞാൻ ഇതിൽ ചേർത്തിട്ടില്ല. അപ്പോൾ ഇത്രയൊക്കെ ചേർക്കുമ്പോൾ തന്നെ ഒരുപാട് ലെങ്തി ആവും വീഡിയോ. അതുകൊണ്ട് ഞങ്ങൾ സോസിൻ്റെയും ചട്നീൻ്റെയും ഒന്നും വീഡിയോ എടുത്തിയില്ല. അപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കാനിരിക്കാം. കുട്ടികളൊക്കെ റെഡിയായി നിൽക്കുകയാണ്. കുട്ടികളൊക്കെ കഴിക്കാനിരുന്നു. അവർക്കൊക്കെ തിരക്കാണ് കഴിക്കാൻ. ചിക്കനൊക്കെ ഉള്ളതല്ല, അപ്പോൾ എന്തായാലും തിരക്കുണ്ടാവും. അവർ രണ്ടാളും ഓരോ ലെഗ് പീസൊക്കെ കഴിക്കലാക്കിയിട്ടുണ്ട്. നമുക്ക് ടേസ്റ്റ് അവരോട് തന്നെ ചോദിച്ചു നോക്കാം. അനുമോളെ എങ്ങനെയുണ്ട് ടേസ്റ്റ്? സൂപ്പറാണോ? സൂപ്പർ. അപ്പോൾ മിയ മോളെ എങ്ങനെയുണ്ട്? മിയ മോള് സൂപ്പറാണെന്നാണ് പറയണത്. അപ്പോൾ എല്ലാവരും കഴിക്കാൻ ഇരിക്കുകയാണ്. ഉപ്പയും കുട്ടികളൊക്കെ ഇരുന്ന് കഴിഞ്ഞു. ഇനി ഞങ്ങളോട് ഇരിക്കട്ടെ. എന്നിട്ട് ഭക്ഷണം കഴിച്ചിട്ട് വേണം ഞങ്ങൾക്ക് തിരിച്ചു പോവാൻ. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഇന്നത്തെ വിശേഷങ്ങൾ. മൈലാഞ്ചി ഇടലും കുട്ടികളെല്ലാവരും വന്ന് മൈലാഞ്ചിയൊക്കെ ഇട്ടു. ഞങ്ങൾ എൻ്റെ വീട്ടിൽ പോയി ഭക്ഷണമൊക്കെ കഴിച്ച് തിരിച്ച് വന്നു. അപ്പോൾ ഇനി നാളത്തെ പെരുന്നാളിന് വേണ്ടി കാത്തിരിക്കുകയാണ്. കുട്ടികളൊക്കെ മൈലാഞ്ചിയൊക്കെ ഇട്ട് എല്ലാം ഒരുങ്ങി റെഡിയായി കാത്തിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് കുറച്ച് പണികൾ കൂടി ബാക്കിയുണ്ട്. ഞാനൊക്കെ തീർത്തതിന് ശേഷം കിടന്നുറങ്ങാൻ പോവുകയാണ്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുകയുമാണ്. മറ്റൊരു വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരേക്കും ബൈ ബൈ.